നാം ഇന്ന് പഠിക്കുന്ന ഒരു ഹദീസ് മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്ന ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സുബഹി നമസ്കാരത്തിൻ്റെ സമയത്ത്, അവിടെ നിന്ന് ഹദീസിൽ കാണാം, അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി ബിലാൽ ഇൻദ സ്വലാത്തിൽ ഫജ്രി. സുബഹി നമസ്കാരത്തിൻ്റെ സമയത്ത് മഹാനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സുബഹിൻ്റെ സമയത്ത് ചോദിക്കുകയുണ്ടായി. യാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, ഹദ്ദിസ്നി ബി അർജാ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം. ഏ ബിലാലെ, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം നീ ഏറ്റവും കൂടുതൽ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന അമൽ ഏതാണ്? ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു ഇസ്ലാമിലേക്ക് കടന്നു വരിക. അപ്പോൾ അതുകൊണ്ട് പ്രവാചകൻ ചോദിച്ചു, നീ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നീ ചെയ്യുന്ന അമൽ ഏതാണ്? അത് ചോദിക്കാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഫഇന്നി സമിഅതു ദഫന അലൈക ബൈന യദയ്യ ഫിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ബിലാലെ, ഞാൻ സ്വർഗത്തിൽ എനിക്ക് മുൻപിൽ നിന്റെ ചെരുപ്പിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുകയുണ്ടായി. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ എൻ്റെ മുന്നിൽ നിന്റെ ചെരുപ്പിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുകയുണ്ടായി ബിലാലെ. അതുകൊണ്ട് നിനക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി പ്രതിഫലം കിട്ടുമെന്ന ആഗ്രഹത്തോടുകൂടി നീ ചെയ്യുന്ന ആ പ്രത്യേകമായിട്ടുള്ള അമലെന്താണ്? മഹാനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, മാ അമിൽതു അമലൻ അർജാ ഇൻദി അന്നീ ലം അത്ഹറ തുഹൂറൻ ഫീ സഅത്തിൽ ലൈലി ഔ നഹാരി. അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, നബിയെ, രാത്രിയാകട്ടെ പകലാകട്ടെ, രാത്രിയിലാകട്ടെ പകലാകട്ടെ, എപ്പോൾ ഞാൻ വുളുവെടുത്താലും ഇല്ല സല്ലൈതു ബിദാലിക തുഹൂരി മാ കുതിബലി. അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, നബിയെ, എപ്പോൾ ഞാൻ വുളുവെടുക്കട്ടെ, അത് രാത്രിയാകട്ടെ അത് പകലാകട്ടെ, എപ്പോൾ ഞാൻ വുളുവെടുത്താലും നബിയെ ഞാൻ അവിടെ നിന്ന് നിസ്കരിക്കാറുണ്ട് നബിയെ. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗുണമായിരുന്നു, എപ്പോഴും വുളു ഉണ്ടായിരിക്കും. ബിലാൽ തങ്ങൾ വുളുവെടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ തഹയ്യത്തുൽ വുളു, അങ്ങനെ നിസ്കാരമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വുളുവെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നിസ്കരിക്കുന്ന ഒരു സ്വഭാവം, അത് വലിയ പ്രതിഫലമുള്ളതാ. അത് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട്, സ്വർഗത്തിൽ നീ എൻ്റെ മുന്നിൽ നടക്കുന്നതായി നിന്റെ ശബ്ദം ഞാൻ കേട്ടു എന്ന് മുത്തുനബി ചോദിക്കുമ്പോൾ, നീ അതിന് പ്രത്യേകമായിട്ട് ജീവിതത്തിൽ ചെയ്യുന്ന അമൽ എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വുളുവെടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കുമെന്ന, തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമസ്കരിക്കുമായിരുന്നു. വല്ലാത്ത പ്രതിഫലമുള്ള, നമുക്ക് പലർക്കും അതറിയില്ല. നമ്മളത് നിസ്സാരമായി തള്ളിക്കളയുന്നു. അതിൻ്റെ മഹത്വവും അതിന് അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലത്തെക്കുറിച്ച് നമുക്കറിയാഞ്ഞിട്ടാ. അൻ ഹസൻ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം വുളുവെടുത്തിട്ടുള്ള നിസ്കാരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്. ഹസൻ റളിയല്ലാഹു തആല അൻഹു പറയുന്ന മറ്റൊരു ഹദീസ് വായിക്കാം. മാ അദ്നബ അബ്ദുൻ ദൻബൻ സുമ്മ തവല്ലഅ ഫഅഹ്സനുൽ വുളുഅ സുമ്മ ഖറജ. മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യന് പാപം പ്രവർത്തിച്ചു, തൻ്റെ ജീവിതത്തിൽ ഒരു പാപം ചെയ്തു, ആ പാപം ചെയ്ത മനുഷ്യൻ നല്ല നിലയിൽ വുളൂഅ് ചെയ്തു, നല്ല നിലയിൽ വുളൂഅ് ചെയ്തിട്ട് ആ മനുഷ്യന് അദാ ഫസല്ലി ഫീഹി റകഅതൈനി വസ്തഗ്ഫറല്ലാഹ മിൻ ദാലിക ദൻബി ഇല്ലാ ഗഫറല്ലാഹു ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ പാപം ചെയ്ത മനുഷ്യൻ നല്ല നിലയിൽ വുളുവെടുത്തിട്ട് 2 റകഅത്ത് ആ മനുഷ്യൻ നമസ്കരിച്ചു പാപമോചനം തേടുകയും ചെയ്താൽ അള്ളാഹു അവൻ്റെ പാപം പുറത്തു കൊടുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വുളുവെടുത്തു, നല്ല നിലയിൽ വുളുവെടുത്ത് തീർന്ന
ഉണർന്ന ഉടനെ ഒരു 2 റക്അത്ത് നമസ്കരിച്ചിട്ട് പടച്ച റബ്ബിനോട്, അല്ലാഹുവേ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പിഴവുകൾ എനിക്ക് പുറത്തു തരണേ എന്ന് ഏറ്റുപറയുന്നതിലൂടെ അള്ളാഹു അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് ലോകത്തിൻ്റെ നേതാവ് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്ന ഒരു കാര്യമാണ്. നമ്മളിൽ പലരും അശ്രദ്ധമായി കളയുന്നു. ഒന്ന് ഒളുവെടുത്തു, അൽഹംദുലില്ലാ. ഒളുവെടുത്തു കഴിഞ്ഞാൽ ആ ഒളുവെടുത്തതിന് ശേഷം ഒരു 2 റക്അത്ത് നിസ്കരിക്കുന്നു. ആ നിസ്കാരത്തിൻ്റെ പ്രതിഫലം മനസ്സിലാക്കണമെങ്കിൽ ഈ ഒറ്റ ഹദീസ് മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാലിനോട് ചോദിച്ചു, ബിലാലേ, നീ സ്വർഗത്തിൽ എൻ്റെ മുന്നിൽ പോകുന്നല്ലോ, നിന്റെ ചെരുപ്പിൻ്റെ കാൽ ശബ്ദം ഞാൻ കേട്ടു എന്ന് മുത്തുനബി പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അവിടെ നിന്ന് അത്ഭുതത്തോടു കൂടി ചോദിച്ചെങ്കിൽ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ആ നിസ്കാരത്തിൻ്റെ മഹത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ നമസ്കാരത്തിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്ക്. നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെത്താൻ ആ 2 റക്അത്ത് നമസ്കാരത്തെ കൊണ്ട് കഴിയുമെങ്കിൽ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഉളുവെടുത്തു കഴിഞ്ഞാൽ ഒരു 2 റക്അത്ത് നിസ്കരിക്കുന്ന ഒരു ഗുണം അത് എപ്പോഴില്ലെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലെങ്കിലും നമുക്കത് ചെയ്യാൻ കഴിയണം. അങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇത്രയും വലിയ ഒരു നേട്ടം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുമെന്ന് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, സഹോദരിമാർ, അൽഹംദുലില്ലാ, ഇന്നു മുതൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉളുവെടുക്കുമ്പോൾ ആ ഉളുവെടുത്തല്ലോ അൽഹംദുലില്ലാ, ഒരു 2 റക്അത്ത് നമസ്കരിക്കുന്ന ഒരു ഗുണം നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയണം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുവെ, മഹാനായ സയ്യിദുന ബിലാൽ, കറുത്തവനായ നീഗ്രയായ മുടിയെല്ലാം ചുരുണ്ടുപോയ അള്ളാഹുവെ, ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന് അള്ളാഹു കൊടുത്ത പ്രതിഫലം നമുക്കും ലഭിക്കും. അള്ളാഹു ആ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയ്യത്ത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ഈ മാരകമായ രോഗം അള്ളാഹു മാറ്റി സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്കും നമ്മുടെ നാടുകൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബിൻ്റെ കാവല് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.